കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കാനായി പ്രദേശം. കിഴക്ക് ശുദ്ധജലവും പടിഞ്ഞാറ് ഉപ്പുവെള്ളവുമുള്ള വണ്ണാത്തിപ്പുഴയുടെ സാമീപ്യം. ഇതിനിടയിലായി മനോഹരമായ ഒരു കുഞ്ഞു ശുദ്ധജല കായൽ. ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കിടയിലാണ് മീൻകുഴിയുടെ പെരുമ പേറുന്ന ആ കിണർ സ്ഥിതി ചെയ്യുന്നത്. 4 നൂറ്റാണ്ടുകാലമായി ഏതു കൊടുംവേനലിലും വറ്റാതെ നാടിന് കുടിവെള്ളം നൽകുന്ന കിണർ. ഇതിനെ ആശ്രയിച്ചാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജല വിതരണ പദ്ധതികളിലൊന്നായ മീൻകുഴി കുടിവെള്ള വിതരണ പദ്ധതി പ്രവർത്തിക്കുന്നത്. 2000-2001 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച് 2004 പ്രവർത്തനം തുടങ്ങിയ ഈ പദ്ധതി പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് യാഥാർത്ഥ്യമാക്കിയത്. പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെയാണ് പൂർത്തിയായത്. ഈ മീൻകുഴി ഡാമിന് തൊട്ടടുത്ത് തന്നെ ഒരു 900 മീറ്ററോളം നീളത്തിൽ ശുദ്ധജല തടാകം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അണക്കെട്ട് കിണർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മീൻകുഴി അണക്കെട്ടിന് കുറുകെ പലക ഇട്ടുകൊണ്ട് മണ്ണ് സംഭരിച്ചുകൊണ്ട് എല്ലാ വർഷവും അത് ഷട്ടറിന് പകരം പലകയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുവെള്ളവും നല്ല വെള്ളവും വേർതിരിച്ച് നിർത്തുന്നത്. അപ്പോൾ ഉപ്പുവെള്ളം കയറുന്നതിന് തടയിട്ട് നിൽക്കുന്നതാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് പയ്യന്നൂർ നഗരസഭയിലെ 11-12 വാർഡുകളിലായി 200ഓളം കുടുംബങ്ങളിലെ 1500-ലധികം പേർക്കാണ് ഈ പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭിക്കുന്നത്. വാട്ടർ മീറ്റർ വെച്ച് 5000 ലിറ്ററിന് ഒരു ദിവസം 1 രൂപ നിരക്കിലാണ് വെള്ളം നൽകുന്നത്. സൂരജ് കുമാർ ചെയർമാനും TV സന്തോഷ് കൺവീനറുമായ 9 അംഗ ജനകീയ കമ്മിറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. ഇതുപോലത്തെ ഒരു പദ്ധതി ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവണമെന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നിപ്പോൾ ജീവിത ചെലവ് ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്താണ്. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ വലിയൊരു തുകയാവുന്നുണ്ട് ഒരാളുകൾക്ക്. അപ്പോൾ 30 രൂപ അല്ല 1 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു ഇതാണ്. തീർച്ചയായും വളരെ കൃത്യമായ ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി ജനകീയ കമ്മിറ്റിയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. കാനായി മുതൽ തോട്ടംകടവ് വരെയുള്ള കായലിന് സമീപം സംസ്ഥാന സർക്കാർ 200 മീറ്റർ നടപ്പാതയും ടൂറിസം കേന്ദ്രവും സ്ഥാപിച്ചത് സഞ്ചാരികളെയും ആകർഷിക്കുന്നു. എങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് നിലവിലുള്ള താഴ്ന്ന ടാങ്കിൽ നിന്ന് വെള്ളമെത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി ഉയർന്ന തലത്തിലുള്ള ടാങ്ക് നിർമ്മിക്കാൻ MLA മാർക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ട്. ETV ഭാരത്, കണ്ണൂർ.